ധർമ്മം നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെ ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ് ഗാണ്ഡീവം എന്ന ദിവ്യമായ വില്ല്. ഈ ആയുധം പിന്നീട് മഹാദേവൻ, ഇന്ദ്രൻ, വരുണൻ എന്നീ ദേവന്മാരുടെ കൈകളിലൂടെ സഞ്ചരിച്ച ശേഷം ഒടുവിൽ മഹാഭാരതത്തിലെ മഹാനായ പാണ്ഡവ യോദ്ധാവായ അർജുനന്റെ കൈവശമെത്തി. ഖാണ്ഡവ വനം ദഹിപ്പിക്കാനുള്ള ഒരുക്കത്തിൽ അഗ്നിദേവൻ ഇന്ദ്രന്റെ മഴ കാരണം അതിന് സാധിക്കാതെ വന്ന ഒരു സന്ദർഭമുണ്ടായി. അപ്പോൾ അഗ്നി അർജുനന്റെ സഹായം തേടി. അഗ്നിയെ സഹായിക്കാൻ അർജുനൻ സമ്മതിച്ചെങ്കിലും ദേവന്മാരുടെ ദിവ്യായുധങ്ങൾക്കൊപ്പം ശക്തിയുള്ള ഒരു ആയുധം തനിക്ക് നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അഗ്നിയുടെ അഭ്യർത്ഥന പ്രകാരം വരുണദേവൻ അർജുനന് ഗാണ്ഡീവം എന്ന വില്ല് നൽകി. അതോടൊപ്പം ഒരിക്കലും തീരാത്ത അമ്പുകളുള്ള എണ്ണമറ്റ അസ്ത്രങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിവുള്ള 2 അക്ഷയപാത്രങ്ങളും, അതായത് ഒരിക്കലും തീരാത്ത അമ്പൊഴിയാത്ത ആവനാഴികൾ നൽകി. 1,00,000 സാധാരണ വില്ലുകളുടെ ശക്തി ഗാണ്ഡീവത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു. 108 ദിവ്യമായ ഞാണുകൾ കൊണ്ടാണ് അത് ബന്ധിച്ചിരിക്കുന്നത്. ഈ വില്ലിന് അർഹനാണെന്ന് വില്ല് തന്നെ തീരുമാനിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഗാണ്ഡീവത്തിന്റെ ഞാണല് കേൾക്കുമ്പോൾ അത് 3 ലോകങ്ങളിലൂടെയും മുഴങ്ങുകയും അത് കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഭയം ജനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമി വിട്ട് ഗോലോകത്തിലേക്ക് പോയ ശേഷം തന്റെ സമയവും അടുത്തുവന്ന് അർജുനൻ മനസ്സിലാക്കി. ശേഷം അർജുനൻ ഗാണ്ഡീവം എന്ന വില്ല് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ ആ ദിവ്യായുധം ദേവന്മാർക്ക് തിരികെ ലഭിച്ചു. അങ്ങനെ ധർമ്മത്തിന്റെ വില്ലായ ആ പവിത്രമായ ഗാണ്ഡീവം അത് വന്ന സ്വർഗലോകത്തേക്ക് തന്നെ തിരിച്ചുപോയി. ഗാണ്ഡീവത്തിന്റെ കഥ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.